So hello guys, welcome back. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഗ്രിഡ് മെത്തേഡ് ട്യൂട്ടോറിയലുമായിട്ടാണ്. ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഔട്ട്ലൈൻ വരയ്ക്കുന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ വന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലിക്കണെങ്കിൽ ഓൾ നടക്കാൻ പറ്റുക. എന്താ പറയുക, ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗ്രിഡ് വരയ്ക്കാൻ നമുക്ക് ആദ്യമായി ആവശ്യമുള്ളത് ഇതേപോലൊരു നീളമുള്ളൊരു സ്കെയിലാണ്. ഇതിന് പകരം ചെറിയ സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രിഡ് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ ഗ്രിഡ് ഇടാൻ യൂസ് ചെയ്യുന്ന ഒരു HB പെൻസിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അപ്സര പെൻസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ലൈറ്റ് ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറിയ ഗ്രിഡുള്ള പെൻസിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ ഒരു ബോർഡർ ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി, അല്ലെങ്കിൽ വരയ്ക്കണ്ട. ബോർഡർ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഗ്രിഡ് വരയ്ക്കാൻ പോവുകയാണ്. ഞാനിവിടെ 2 സെൻറ്റിമീറ്റർ എടുത്താണ് ഗ്രിഡ് വരയ്ക്കുന്നത്. അതുകൊണ്ട് സ്കെയിലിൽ 2, 4, 6, 8 അങ്ങനെ മാർക്ക് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. 4 ബോർഡർ ലൈനിലും അങ്ങനെ ചെയ്യണം. ഇനി നമ്മൾ വരച്ച പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഫൈനലി ഗൈസ്, നമ്മൾ ഗ്രിഡ് ലൈൻ ഇവിടെ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഡയഗണൽസും വരയ്ക്കാവുന്നതാണ്. അത് കുറച്ചുകൂടെ സിമ്പിൾ ആക്കും നിങ്ങളെ, ലൈക്ക് ദിസ്. ഇനി നമുക്ക് മൊബൈലിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഇതാണ് റെഫറൻസ് പിക്ചർ. ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ ആപ്പിന്റെ ആവശ്യമുണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. സോ ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പിലോട്ട് കയറുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അലോ ചെയ്യാൻ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് അലോ ചെയ്ത് വിട്ടേക്കണം. ടോപ്പ് റൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നിങ്ങൾ വെർട്ടിക്കൽ ആയിട്ടാണോ ഹൊറിസോണ്ടൽ ആയിട്ടാണോ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം പേപ്പർ സൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം കൊടുക്കണം. നിങ്ങൾ ബോർഡർ ലൈൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സൈസ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വിഡ്ത്തും ഹൈറ്റും കൊടുക്കാൻ പറയുന്നുണ്ട്. അതെങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വലിയ പണിയൊന്നും ഇല്ല, ആ ബോർഡർ ലൈൻസിനെ ലെങ്ത് ഒന്ന് അളന്നാൽ മതി. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത്. ബ്രെഡ്ത്ത് അളന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് 35 സെൻറ്റിമീറ്റർ ആണ്. ബട്ട് നമ്മൾ ആപ്പിൽ കൊടുക്കാനുള്ളത് മില്ലിമീറ്ററിലാണ്. സോ നമ്മൾ 350 എന്നാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, ബ്രെഡ്ത്ത് അളന്നപ്പോൾ 24.5 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആപ്പിൽ കൊടുക്കുമ്പോൾ 245 കൊടുക്കണം. വെരി സിമ്പിൾ. സോ വിഡ്ത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ബ്രെഡ്ത്ത് എത്രയാണോ കിട്ടിയത് അത് കൊടുക്കണം. ലെങ്ത് എത്രയാണോ കിട്ടിയത് അത് ഹൈറ്റിന്റെ അവിടെയും കൊടുക്കണം. അതിനുശേഷം ഗാലറിയിൽ നിന്ന് നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന റെഫറൻസ് പിക്ചർ എടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട എത്രയാണോ അതിനനുസരിച്ച് അത് ക്രോപ്പ് ചെയ്യണം. ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് കാണും. അതിന്റെ ആവശ്യമൊന്നുമില്ല, വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എത്ര സെന്റിമീറ്റർ വെച്ചാണോ ലെങ്ത് കൊടുത്തത് അതിനനുസരിച്ചുള്ള മില്ലിമീറ്റർ ഇവിടെ കൊടുക്കണം. 2.5 സെന്റിമീറ്റർ എടുത്താണ് നമ്മൾ വരച്ചെങ്കിൽ 25 എന്ന് കൊടുക്കണം. ഗ്രിഡ് കളർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്രിഡിന്റെ കളർ മാറ്റാം. റോക്കി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്രിഡിന്റെ തിക്നെസ് കൊടുക്കാൻ പറ്റും. അതിൽ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ മുകളിൽ ലൈനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രിഡ് ലൈൻസ് എല്ലാം കാണാൻ പറ്റും. അതുപോലെ ഡയഗണൽസ് ഓൺ ആക്കിയത് ഇതേപോലെ ഡയഗണൽസ് വരും. ഞാൻ നേരത്തെ കാണിച്ചില്ലേ അത്. അടുത്താണ് ലേബൽ. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു ഫീച്ചറാണ് ഈ ലേബൽ. കാരണം സപ്പോസ് നമ്മൾ ഒരു ഗ്രിഡ് ലൈനിൽ ഒരു ബോക്സ് മാത്രമായിട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ അത് എത്രാമത്തെ ബോക്സ് ആണ് നമുക്ക് അതിൽ കാണാൻ പറ്റും. ഏത് റോ ആണോ ഏത് കോളം ആണോ അവർ പറഞ്ഞു. ഈ ലോക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ അതിരുന്നോളൂ. കഴിവതും നിങ്ങൾ ഈ ഫോട്ടോ സേവ് ചെയ്യുന്നതിന് പകരം ഇതിൽ തന്നെ വെച്ച് വരയ്ക്കാൻ നോക്കണം. കാരണം ഇതിൽ നമ്മൾ ഗാലറിയിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാടായിട്ട് സൂം ചെയ്യാൻ പറ്റും. അങ്ങനെ സൂം ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. ഇനി നമുക്ക് ഔട്ട്ലൈൻ ഇടാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫേസ് പോലുള്ള മൈന്യൂട്ട് ഏരിയാസ് വരയ്ക്കാം. പെൻസിൽ ഷാർപ്പാക്കി വയ്ക്കാൻ മറക്കരുത്.
ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഇതുപോലെ ഷെയ്ഡ് വീഴുന്ന ഭാഗത്ത് ഇങ്ങനെ ഹാച്ച് ചെയ്ത് വിടുവാണെങ്കിൽ നിങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ നേരത്തെ എവിടെയൊക്കെ ഷെയ്ഡ് വീഴുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫൈനലി ഗൈസ്, നമ്മൾ സോറോയുടെ ഔട്ട്ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിസൾട്ട് കണ്ടിട്ട് വരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഇതേപോലെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വേറെ